നീയൊക്കെ അരട്ട ഹൗസ് ഇട്ടുണ്ട്. അജന്തയിൽ ആദിഭാവം കണ്ടുകൊണ്ട് നടക്കുന്ന ടൈമിൽ നമ്മൾ ഈ സീം ഇട്ടതാ. നിന്റെയൊക്കെ ഇക്കാനോടൊക്കെ ചോദിച്ചാ അറിയാം. ന്യൂക്ലിയറേ, നീ ഫോളോ ചെയ്യുന്ന ദൈവത്തെയാ, ഞങ്ങൾ ഫോളോ ചെയ്യുന്ന ദൈവത്തെ അല്ല. രംഗൻ ചേട്ടൻ എങ്ങനെയാ ഇത്ര സെറ്റപ്പ് ആയത്? എല്ലാവരും കൈയടിച്ച് പ്രിയപ്പെട്ട ക്രിസ്ത്യാനികളെ, മുസ്ലിങ്ങളെ, എല്ലാവർക്കും ഇതാ ഒരു സാറ്. ഈ സാറിനെ കണ്ടില്ലേ? എന്തോ സാറിന് പറയാനുണ്ട്, കേൾക്കുക, ശ്രദ്ധിക്കുക. ഒരു സാറിന് പറയാനുള്ളത്, സാബിത്തിക്കയുടെ ട്രോള് ആഞ്ഞ് ഷെയർ ചെയ്ത മദ്രസ പയ്യൻ റിയാസിനും അത് കേട്ട് കൂക്കി വിളിച്ച എന്റെ പ്രിയ ജിഹാദി സഹോദരങ്ങൾക്കും നിങ്ങളെ സാബിത്തിക്ക ഏത് കുഴിയിലാണ് കൊണ്ട് ചാടിച്ചേക്കണെന്ന് വല്ല വിവരമുണ്ടോ? നമുക്ക് ഏതായാലും ഒന്ന് നോക്കാം. ചലഞ്ച് നിങ്ങളുടെ മുമ്പാകെ വെക്കുകയാണ്. സാർ ദേ ഒരാൾ ചലഞ്ച് ചെയ്തിട്ടുണ്ട്. അത്രയുള്ളൂ. അയാൾ നുണ പറഞ്ഞ് ചലഞ്ച് ചെയ്യട്ടെ, നമുക്ക് സത്യം പറഞ്ഞ് ചലഞ്ച് ചെയ്യാം. എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് അദ്ദേഹം ക്ലോസ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്, സൂക്ഷിച്ചു വായിക്കുക. അവരിലേക്ക് രണ്ടുപേരെ നാം ദൂതന്മാരായി അയച്ചപ്പോൾ അവർ നിഷേധിച്ചു തള്ളി. അപ്പോൾ നാം മൂന്നാമനെ കൊണ്ട് നാം അവർക്ക് പിൻബലം നൽകി. എന്നിട്ട് അവർ പറഞ്ഞു, തീർച്ചയായും ഞങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് നിയോഗിക്കപ്പെട്ടവരാകുന്നു. എല്ലാരും വായിച്ചല്ലോ അല്ലേ? ഇതാണ് അവിടെ പറയുന്ന ഭാഗം. സോ മുസ്ലിങ്ങളെ സംബന്ധിച്ച് ആ രാജ്യക്കാരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് രാജ്യക്കാരെ? ഖുറാന്റെ അവസ്ഥയാണല്ലോ. അതെന്താണ് അവസ്ഥ പറയൂ. നിങ്ങൾക്കറിയാമല്ലോ, ഇത് നമ്മൾ സാധാരണ ഒരു മുസ്ലിമിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ആ രാജ്യക്കാരെ എന്ന് വായിച്ചു കേൾക്കുമ്പോൾ ഏത് രാജ്യക്കാരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരും ബബ്ബബ്ബെ അടിക്കും. എന്തടിക്കും മനസ്സിലായില്ല. ഏത് രാജ്യക്കാരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരും ബബ്ബബ്ബെ അടിക്കും. പ്രിയ മുസ്ലിങ്ങളെ, ഇദ്ദേഹം പറയുന്നു നിങ്ങൾ എന്തോ അടിക്കുമെന്ന്. എന്താ സാറേ ഇത്? ബബ്ബബ്ബെ അടിക്കും. എന്താ ബബ്ബബ്ബെ അടിക്കും? എന്നാ പിന്നെ മുസ്ലിങ്ങളിലേക്ക് എടുക്കാം. അവർക്ക് അറിയുമോ എന്നറിയണ്ടേ? മുസ്ലിങ്ങളെ, ഏതാണ് ആ രാജ്യം? അത് ശരി, തട്ടിപ്പറല്ലേ? സാബിത്തിക്ക ഇവിടെ വരെ സ്ക്രിപ്റ്റ് അടിപൊളിയായിരുന്നു. പക്ഷെ ഇവിടം തുടങ്ങി സാബിത്തിക്കയുടെ കയ്യിൽ നിന്ന് പോകും. എക്യൂബ് പറഞ്ഞു ഏത് രാജ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുസ്ലിങ്ങളും ബപ്പപ്പ പറയുന്നു. പക്ഷെ സാബിത്തിക്ക പറഞ്ഞു അങ്ങനെയൊന്നുമല്ല, ശിഷ്യന്മാരെ കൊണ്ട് ആ രാജ്യത്തിന്റെ പേര് പഠിപ്പിച്ച് പറഞ്ഞു കേൾപ്പിച്ചു. ആരൊക്കെയാണ് പറഞ്ഞതെന്നറിയാമോ? ജെമിനി സലാം, നമ്മുടെ സലാമിക്ക, പിന്നെ നമ്മുടെ ഡിസൈപ്പിള്, നമ്മുടെ പാഷാക്ക, നമ്മുടെ ഫിഗ്, പിന്നെ നമ്മുടെ ഒട്ടും തെറി പറയാത്ത നവാസ് ഹംസ, ഷുഹൈബ്, പിന്നെ അള്ളാഹുവിന് ഓം എന്നുള്ള സിഫത്ത് ഉണ്ടെന്ന് പറയുന്ന ഓംദാസ്. അന്ത്യോക്യ എന്നുള്ള പേര് പഠിച്ചേക്കുന്ന ആൾക്കാരാണ്ട് ഇവരൊക്കെ അന്ത്യോക്യ എന്നുള്ള പേര് പഠിച്ചേക്കുന്ന മുസ്ലിങ്ങളാണ്. ശ്രദ്ധിച്ചേട്ടോ, മുസ്ലിങ്ങൾ ബപ്പാപ്പിയൊന്നും പറയൂല. ഏത് രാജ്യത്തേക്കാണ് അവർ പോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറയും അന്ത്യോക്യ. ഇത് നമ്മൾ ലോക്ക് ചെയ്തു കേട്ടോ, ഇനി ഞങ്ങൾ മാറ്റരുതേ. നമുക്കൊരു കാര്യം ചെയ്യാം, ഇതും കൂടെ കേട്ടു നോക്കാം. ആ ഗ്രാമവാസികളെ കുറിച്ച് നീ അവർക്കൊരു ഉദാഹരണം പറഞ്ഞു കൊടുക്കുക. ആ ഗ്രാമത്തിലേക്ക് ദൂതന്മാർ വന്നപ്പോൾ ഈ ഗ്രാമം അന്തോക്കിയാണെന്ന് എല്ലാ വ്യാഖ്യാതാക്കളും അഭിപ്രായപ്പെടുന്നു. ആരൊക്കെ അഭിപ്രായപ്പെടുന്നു എന്നാ പറഞ്ഞത്? ഈ ഗ്രാമം അന്തോക്കിയാണെന്ന് എല്ലാ വ്യാഖ്യാതാക്കളും അഭിപ്രായപ്പെടുന്നു. ഏത് രാജ്യം? ആ ഗ്രാമം അന്ത്യോക്യയാണെന്നുള്ളത് എല്ലാ വ്യാഖ്യാതാക്കളും അഭിപ്രായപ്പെടുന്നു. കൂടാതെ ഓം എന്നുള്ള സിഫത്ത് അള്ളാഹുവിനുണ്ടെന്ന് പറയുന്ന ഓംദാസിന് വരെ അറിയാം. എന്തിനീ നവാസ് ഹംസക്ക് വരെ അറിയാം ആ ഗ്രാമം അന്ത്യോക്യാണെന്നുള്ളതും. അന്ത്യോക്യ ഇത്ര ഫേമസ് ആയിരുന്നുള്ളത് ഞാനിപ്പോഴും അറിയണം. ഏതായാലും നമുക്ക് സാബിത്തിക്കയുടെ അടുത്ത ക്ലിപ്പ് കൂടി ഒന്ന് കേൾക്കാം. ആദ്യത്തെ രണ്ട് ദൂതന്മാരുടെ പേര് ഷംഊൻ യോഹന്നാൻ എന്നും മൂന്നാമത്തെ ആളുടെ പേര് ബൂലസ് എന്നും ആ ഗ്രാമം അന്തോക്യയുമാകുന്നു. ഈ ഒരു അഭിപ്രായം വളരെ ബലഹീനമാണ്. മൂന്നാമത്തെ ആളുടെ പേര് ബൂലസ് എന്നും ഈ ഒരു അഭിപ്രായം വളരെ ബലഹീനമാണ്. എങ്ങനെ ഇരിക്കുന്നു കാര്യങ്ങളുടെ കിടപ്പ്? എങ്ങനെ ഇരിക്കണം? ആളുടെ പേര് ബൂലസ് എന്നും ആ ഗ്രാമം അന്തോക്യയുമാകുന്നു. ഈ ഒരു അഭിപ്രായം വളരെ ബലഹീനമാണ്. പ്രിയ മദ്രസ കുഞ്ഞുങ്ങളെ, സാബിത്തിക്ക ആദ്യം പറഞ്ഞു ആ ഗ്രാമം അന്ത്യോക്യയാണെന്നുള്ളത് എല്ലാ വ്യാഖ്യാതാക്കളും അഭിപ്രായപ്പെടുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് അന്ത്യോക്യ എന്ന് ആദ്യമായിട്ട് കേൾക്കുന്ന കാക്കാമാരെ കൊണ്ട് അത് പറയിപ്പിച്ചു, ഏറ്റുപാടിപ്പിച്ചു. തത്തമ്മേ പൂച്ച പൂച്ച എന്ന് പറഞ്ഞുകൊണ്ട് പറയിപ്പിച്ചു. കാക്കാമാരെന്ത് ചെയ്തു? പ്രത്യേകിച്ച് പാവം കുഞ്ഞുങ്ങളല്ല, മദ്രസ പിള്ളേർ, അവര് പയ്യെ അന്ത്യോക്യ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അടുത്ത ക്ലിപ്പിൽ കൊണ്ട് സാബിത്ത് പറയാ അന്ത്യോക്യ എന്ന ഈ ഗ്രാമം എഴുതി വെച്ചാൽ വായിച്ചു നോക്കിയേ. ആ ഗ്രാമം അന്ത്യോക്യയാകുന്നു. ഈ അഭിപ്രായം വളരെ ബലഹീനമാണെന്ന്. നിനക്കൊക്കെ അല്പം ബുദ്ധി ഉണ്ടോടാ? നിങ്ങൾക്കൊക്കെ അല്പം ബുദ്ധിയുണ്ടോ? ഒരു സ്ഥലത്ത് എല്ലാ വ്യാഖ്യാതാക്കളും പറയുന്നു ആ ഗ്രാമം അന്ത്യോക്യയാണെന്ന്. ഇനി അന്ത്യോക്യാണ് ആ ഗ്രാമം എന്നുള്ളത് ബലഹീനമാണെന്ന് ഇപ്പുറം പറഞ്ഞേക്കണ്. ഇനി
ബുലൂസ് പൗലോസ് എന്നുള്ള പേര് മാത്രം ഇരിക്കുമല്ലോ ചിലപ്പോ ബലഹീനം. മിക്കവാറും കാക്കാമാർ അങ്ങനെ പറയും. പൗലോസ് എന്നുള്ള പേര് മാത്രമാണ് ബലഹീനം, ബാക്കി എല്ലാവരും കറക്റ്റാണ്. യോഹന്നാനും കറക്റ്റാണ്, ബാക്കി മറ്റേ ആളും കറക്റ്റാണ്. ഇനി അന്ത്യോക്യ എന്നുള്ള പേരും കറക്റ്റാണ്. ആകെ കൂടി പൗലോസ് മാത്രം ആ ഒരു പേര് ബലഹീനമാണ്. അതാണ് ഞങ്ങൾക്ക് സംശയം. ഇതായിരിക്കും പറയാൻ പോണത്. അതിനുള്ള മറുപടിയും തരാം. അതില് കുറെ ആളുകൾ അങ്ങനെ അവിശ്വസനീയമായ, മൗദൂദി അവിടെ പറഞ്ഞത് അവിശ്വസനീയമായ ചില ക്രൈസ്തവ രേഖകളിൽ നിന്ന് കുറച്ച് ആളുകൾ, അതായത് പിന്നെ ഇബ്നു അബ്ബാസ് അതേപോലെ തന്നെ കുറെ ആളുകൾ ഇത് അന്തോക്കിയാണ് എന്ന് ഉദ്ധരിച്ചിട്ടുണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് ചരിത്രപരമായിട്ടും അവിടുത്തെ സംഗതികളും എടുത്ത് പരിശോധിച്ചാൽ അത് അന്തോക്കിയല്ല എന്നാണ് നമുക്ക് ചരിത്രപരമായിട്ട് കിട്ടും. പിന്നെ ഈ വിഷയത്തിൽ വന്നത് ഇവർ എവിടെയാണ് എന്ന് കൃത്യമായി വ്യക്തമാക്കുന്ന ഹദീസുകളോ ഖുർആനിക ആയത്തുകളോ ഇല്ല. വളരെ വിശദീകരിച്ച് മൂപ്പര് അവിടെ പറയുന്നുണ്ട്. മുസ്ലിങ്ങളെ ഏതാണ് ആ രാജ്യം? അന്തോക്യ 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 അന്തോക്യ. ആ ഗ്രാമം അന്തോക്യയുമാകുന്നു. ഈ ഒരു അഭിപ്രായം വളരെ ബലഹീനമാണ്. മദ്രസ ബോയ്സ് ഒന്നുകൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യൂ. അന്തോക്യ 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 അന്തോക്യ. പെർഫെക്റ്റ്.